മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ജൂലൈ മാസത്തെ റേഷൻ വിതരണത്തിന് തുടക്കമാവുകയാണ്. എല്ലാ റേഷൻ കാർഡുകൾക്കും ഈ മാസം അവസാനം വരെ, ജൂലൈ മാസം അവസാനം വരെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളുമുണ്ട്. APL റേഷൻ കാർഡുകൾക്ക് BPLലേക്ക് മാറുന്നതിനുള്ള പ്രത്യേക അവസരം ഉൾപ്പെടെ സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. അതുമാത്രമല്ല APL വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ഗോതമ്പിൻ്റെ വിതരണം പുനരാരംഭിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി മാറ്റങ്ങൾ കൂടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയിപ്പുകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യത്തേത് റേഷൻ വിതരണം. AV റേഷൻ കാർഡാണെങ്കിൽ 30 കിലോ അരിയും അതോടൊപ്പം തന്നെ 2 കിലോ ഗോതമ്പ്, 3 പാക്കറ്റ് ആട്ട, അത് 7 രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും. മുൻപ് ഇവർക്ക് പഞ്ചസാരയും ഉണ്ടായിരുന്നു, എന്നാൽ പിന്നീട് ആ പഞ്ചസാര വിതരണം നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്ന പദ്ധതിയാണിത്. കേന്ദ്ര സർക്കാർ തന്നെ പഞ്ചസാര വിതരണം നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് BPL റേഷൻ കാർഡുകൾ എടുക്കാം. BPL റേഷൻ കാർഡിന് ആളൊന്നിന് 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും എന്ന തോതിലാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഇതെല്ലാം തന്നെ ഗരീബ് കല്യാൺ അന്ന യോജന തുടങ്ങിയ സ്കീമിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു തുക പോലും മുടക്കേണ്ട ആവശ്യമില്ല. കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ടാണ് ഇവർക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ അനുവദിക്കുന്നത്. ഇനി അത് മാത്രമല്ല, BPL റേഷൻ കാർഡിൽ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി 4 കിലോ വരെ ഗോതമ്പ് കുറച്ച് അതിന് പകരമായിട്ട് അവർക്ക് ആട്ട വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. ആട്ട ഓരോ പാക്കറ്റിനും 9 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകളാണെങ്കിൽ ഇത്തരം കാർഡുകൾക്ക് ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം, 2 കിലോ വീതം അരി, അത് കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. ഇതുകൂടാതെ തന്നെ അവർക്ക് ഈ മാസം സ്പെഷ്യൽ ഗോതമ്പിൻ്റെ വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 3 കിലോ ഗോതമ്പ് വരെ 8 രൂപ 70 പൈസ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ആട്ട നിലവിൽ 4 പാക്കറ്റ് വരെ വാങ്ങാം. 17 രൂപ നിരക്കിലാണ് ആട്ടയുടെ വിതരണം നടക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ആട്ട വെള്ള റേഷൻ കാർഡുകൾക്കും, അതായത് APL വിഭാഗത്തിൽ സബ്സിഡി ഒന്നും ഇല്ലാത്ത റേഷൻ കാർഡുകൾക്കും ലഭിക്കും. ഇതുകൂടാതെ തന്നെ 4 കിലോയോളം വരുന്ന അരി സ്പെഷ്യൽ അരി വിഹിതമായിട്ട് 10 രൂപ 90 പൈസ നിരക്കിൽ വാങ്ങാൻ സാധിക്കും. ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് 1 പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 2 കിലോ ഭക്ഷ്യധാന്യം, അതായത് സ്പെഷ്യൽ അരിയും വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും ഇതിൻ്റെ വിതരണം നടക്കുന്നത്. ഇനി APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം അർഹതയുള്ളവർക്ക് BPL കാർഡിന് അപേക്ഷ വെക്കാം. ജൂലൈ മാസം 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. BPL റേഷൻ കാർഡിന് അപേക്ഷ വയ്ക്കുമ്പോൾ നമ്മുടെ റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ, BPL സർട്ടിഫിക്കറ്റ് അത് പഞ്ചായത്തിൽ നിന്നും തദ്ദേശ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്നത്, അതോടൊപ്പം മുൻഗണന തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രേഖകളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ കോപ്പികൾ കൃത്യമായിട്ട് ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. അതുമാത്രമല്ല, നിലവിൽ നമ്മളുടെ APL നീല വെള്ള കാർഡായിക്കോട്ടെ, കാർഡിൽ ആർക്കും തന്നെ സർക്കാർ ജോലി ഉണ്ടാവാൻ പാടില്ല, സർവീസ് പെൻഷൻ വാങ്ങുന്നവരുണ്ടാവാൻ പാടില്ല, ആദായ നികുതി അടയ്ക്കുന്നവരാകാൻ പാടില്ല, കുടുംബത്തിലെ എല്ലാവർക്കും കൂടി 1 ഏക്കറിന് മുകളിൽ സ്ഥല വിസ്തൃതി ഉണ്ടാവാൻ പാടില്ല, ST വിഭാഗങ്ങൾക്ക് ഒഴിവുകൾ അതിലുണ്ട്. ഇനി അത് മാത്രമല്ല, നിലവിൽ നമ്മളുടെ വീടിൻ്റെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല, വീട്ടിൽ 4 ചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവരാവാൻ പാടില്ല, ടാക്സി വാഹനങ്ങൾക്ക് ഇളവുകൾ ഇതിൽ അനുവദിക്കുന്നുണ്ട്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അത് മാത്രമല്ല, വിദേശ ജോലിയുള്ളവർ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി വിദേശ ജോലി ഉണ്ടെങ്കിൽ പോലും 25,000 അതിന് മുകളിലോ ശമ്പളം കൈപ്പറ്റുന്നവർ നമ്മളുടെ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവർക്കായിരിക്കും ഇതിലേക്ക് അപേക്ഷ വെക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ വയ്ക്കാം. അവരുടെ മുൻഗണന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ BPL കാർഡ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സുവർണ്ണ അവസരങ്ങൾ റേഷൻ കാർഡ് ഉടമകൾ പാഴാക്കാതിരിക്കുക, എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക. ഇതുപോലെ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.